അരോമ ടി വിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പ്രിയ ജോസ് ഗ്രെഗറി അവറുകളാണ്. തൻ്റെ ജീവിതാനുഭവം നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. ഒരുപാട് വ്യത്യസ്തവും വേറിട്ടതുമായ അനുഭവങ്ങളുടെ ഓർമ്മകൾ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ എല്ലാവരും കാണുകയും കേൾക്കുകയും അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുവാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. മാത്രമല്ല, സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് സംബന്ധിക്കാവുന്നതാണ്. നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ പ്രിയ ജോസ് ഗ്രിഗറി അവരുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവനാമത്തിന് മഹത്വം കരേറ്റുന്നു. പ്രത്യേകിച്ച് എന്നെ ഈ സാക്ഷ്യത്തിലേക്ക് വേണ്ടി ക്ഷണിച്ച ഡാനിയൽ ജോൺ പാസ്റ്റർ ഗുജറാത്ത്, അതിന്റെ സംഘാടകർക്കും അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എൻ്റെ ദൈവനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. എൻ്റെ പേര് ജോസ് ഗ്രഗോറി എന്നാണ്. ഞാൻ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൽ കഠിനംകുളം പഞ്ചായത്തിൽ ശാന്തിപുരം എന്ന് പറയുന്ന ദേശത്ത് താമസിക്കുന്നു. ഞാൻ ജനിച്ചതും വളർന്നതും എല്ലാം തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൽ തന്നെ കൊച്ചുതുറ എന്ന് പറയുന്ന സ്ഥലത്താണ്. കൊച്ചുറ സെന്റ് ആന്റണി സ്കൂളിൽ 1 മുതൽ 5ാം ക്ലാസ് വരെ പഠിച്ചു. അവിടെ നിന്നും 6 മുതൽ 7 വരെയും 7ാം സ്റ്റാൻഡേർഡ് വരെ പുല്ലുവിള ലിയോ 13 UP സ്കൂളിൽ പഠിച്ചിരുന്നു. പിന്നെ തുടർന്ന് പഠിക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ 10 സഹോദരങ്ങളുണ്ട്. എൻ്റെ അപ്പനും അമ്മയ്ക്കും 7 ആണും 3 പെണ്ണും. 2 സഹോദരന്മാർ അനുജന്മാർ വളരെ ചെറുപ്പത്തിലേ മരിച്ചുപോയി. പിന്നെ 3 ചേട്ടന്മാരും 2 ചേച്ചിമാരും ഒരു അനിയത്തിയും ഞാനും ഉണ്ടായിരുന്നു. ഇങ്ങനെ 7 പേര് അവശേഷിച്ചു. അതില് ചേട്ടന്മാർ 2 പേരും 2 ചേച്ചിമാരും ഇളയ പെങ്ങളും എല്ലാവരും മരിച്ചുപോയി. പിന്നെ ഞാനും എൻ്റെ നേരെ മൂത്ത ഒരു ചേട്ടനും എൻ്റെ അനുജനും മാത്രമേ ഉള്ളൂ. അവരാരും രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നിട്ടില്ല. ഞാൻ എൻ്റെ 7ാം ക്ലാസ് പഠനത്തിന് ശേഷം ചേട്ടന്മാരും അച്ഛനും അമ്മയും എല്ലാവരും അടങ്ങുന്ന കുടുംബമാണെങ്കിലും പഠിക്കാൻ മാർഗമില്ലാത്തത് കൊണ്ട് ഞാൻ സ്വയം തൊഴിൽ കണ്ടെത്തുവാൻ നോക്കി. ഹോട്ടലിൽ ജോലി ചെയ്തു. അങ്ങനെ ഉപജീവന മാർഗം നടത്തി. എന്തെങ്കിലുമൊക്കെ മിച്ചം കിട്ടുന്നതിന് വീട്ടുകാർക്ക് അയച്ചു കൊടുക്കുമായിരുന്നു. ചെറുപ്പത്തിലെ ദൈവഭയത്തിലൊക്കെ ജീവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് ഈ ലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ദൈവഭയത്തിലും മാതാപിതാക്കന്മാർക്കും ഗുരുജനങ്ങൾക്കും വളരെ ഭയഭക്തിയോടുകൂടി അവരെല്ലാം ബഹുമാനിച്ച് ജീവിച്ച ഒരു വ്യക്തി ആയതുകൊണ്ട് ഭാവിയിൽ എൻ്റെ കർത്താവ് ഇത്രത്തോളം എന്നെ അനുഗ്രഹിച്ചു, ഇവിടം വരെ കൊണ്ടെത്തിച്ചു. അത് ഞാൻ എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ 7ാം ക്ലാസ് പഠിത്തതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ, ഹോട്ടലിൽ ജോലി ചെയ്തു. ഹോട്ടലിൽ തന്നെ ജോലി ചെയ്യാൻ കാരണം മറ്റേതെങ്കിലും ജോലിക്ക് പോയി കഴിഞ്ഞാൽ വാടകകൾ കൊടുക്കണം, റൂം റെന്റ് കൊടുക്കണം, പിന്നെ കുക്കിംഗ് ചെയ്യണം, വേപ്പിച്ച് കഴിക്കണം, പാത്രങ്ങളെല്ലാം വാങ്ങിക്കണം. അങ്ങനെ നല്ലൊരു ചെലവ് വേണം. ഇതാകുമ്പോൾ ഹോട്ടലിലാകുമ്പോഴത്തേക്ക് ആഹാരം ഫ്രീ, കിടക്കാടം ഫ്രീ, ശമ്പളം മിച്ചം. ആ പൈസ വാങ്ങി വീട്ടുകാർക്ക് അയച്ചു കൊടുക്കുമായിരുന്നു. ചെറുപ്പത്തിലെ കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ചവരാണ് ചേട്ടന്മാരുണ്ടായിരുന്നു എങ്കിലും. പിന്നെ കൃപയാൽ അതിനുശേഷം ബാംഗ്ലൂര്, ബോംബെ, ഡൽഹി, ചണ്ഡീഗഡ്, ചെന്നൈ എന്നീ സ്ഥലങ്ങളിലൊക്കെ എല്ലാം പോയി ഇതേപോലെ ഹോട്ടലിലെ ജോലി തന്നെ ചെയ്തു ജീവിച്ചു. ആർക്കും ഒരു ബുദ്ധിമുട്ടും ഒരു ശല്യങ്ങളും ഇല്ലാതെ അന്ന് ചെറുപ്പത്തിലെ വളരെ ദൈവഭയത്തിൽ തന്നെ ഞാൻ ജീവിച്ച ഒരു വ്യക്തി ആയതുകൊണ്ട് എൻ്റെ ദൈവം എന്നെ സ്നേഹിച്ചത് കൊണ്ടും ഇന്ന് 51ാമത്തെ വയസ്സിൽ, എനിക്കിപ്പോൾ 74 വയസ്സ് കഴിഞ്ഞു. വരുന്ന മെയ് മാസം 23-ാം തീയതി 75 വയസ്സ് തികയുന്നു. 51ാമത്തെ വയസ്സ് ഏപ്രിൽ മാസം 16-ാം തീയതി 2001 ഞാൻ എന്നോട് ആരും സുവിശേഷം പറഞ്ഞിട്ടല്ല ഞാൻ രക്ഷയുടെ അനുഭവത്തിൽ വന്നത്. ഞാൻ 17 വർഷം ഗൾഫിൽ ഉണ്ടായിരുന്നു. അബുദാബി, അവിടെയും ഷെഫായിട്ടാണ് പോയത്. അവിടെ ഷെഫായി പോയി എങ്കിലും കുറെ കാലം വരെ എന്നെ കൊണ്ട് അവര് അടിമ വേല ചെയ്യിക്കുന്നവർക്ക് എല്ലാ ജോലിയും ചെയ്യിപ്പിച്ച് അസിസ്റ്റന്റായിട്ട് വന്നവർക്ക് ഒരു ഉള്ളി പോലും പൊളിക്കാൻ അറിഞ്ഞുകൂടാത്തവരെ കൊണ്ട് എന്നെ കൊണ്ട് എല്ലാ പണിയും പഠിപ്പിച്ചു കൊടുത്തു. അവരെല്ലാം ജോലി പഠിച്ചതിന് ശേഷം പിന്നെ എന്നെ വെറും 0 ആക്കി. അങ്ങനെയും ഞാൻ പിടിച്ചു നിന്നും. 2900 സംതിങ് ദർഹം ശമ്പളം കിട്ടിക്കൊണ്ടിരുന്ന സ്ഥാനത്ത് 1 മാസം മാത്രമേ എനിക്ക് ആ ശമ്പളം എടുക്കാൻ കഴിഞ്ഞുള്ളൂ. എൻ്റെ കൂടെ വന്നവരെല്ലാവരും പറഞ്ഞു, ഞങ്ങളെല്ലാം 750-ലും നിനക്ക് ഇത്രയുമാണോ എന്ന് പറഞ്ഞിട്ടൊക്കെ ഒരുപാടൊക്കെ എന്നോട് അസൂയപ്പെടുകയും ഞാൻ അതിലൊന്നും മൈൻഡ് ചെയ്യാതെ എൻ്റെ ജോലി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്തു. പിന്നെ എനിക്ക് വെറും 1000 രൂപ മാത്രം ശമ്പളം ആക്കി തീർത്തു. അവിടുത്തെ 17 വർഷം ഞാൻ അവിടെ പിടിച്ചു നിന്നു. കുടുംബത്തിൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, പ്രാരാബ്ദങ്ങൾ ഉള്ളതുകൊണ്ട് ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും ഒക്കെ പെൺമക്കൾ ഉള്ളതുകൊണ്ട് അവരെയൊക്കെ വിവാഹം ചെയ്ത് അയക്കണം. അവരെല്ലാവരും ഉണ്ടായിരുന്നിട്ടും ഞാനാണ് ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. കൃപയാൽ അന്നത്തെ ആ 17 വർഷത്തെ സമ്പാദ്യം കൊണ്ട് ഇവർക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ അവരെയൊക്കെ കല്യാണം കഴിച്ച് അയക്കാൻ സാധിച്ചു. പിന്നെ ഈ 17 വർഷം കഴിഞ്ഞതിന് ശേഷം അവരെന്നോട് പറഞ്ഞു, ശമ്പളം കൂട്ടിത്തരാം, നീ മുസ്ലിം ആകാൻ പറഞ്ഞു.
അന്നാണെങ്കിൽ യേശു, ഔസേപ്പിതാവ്, മാതാവ് എന്നീ 3 പേരെ മാത്രമേ എനിക്ക് അറിയാമായിരുന്നുള്ളൂ. എങ്കിലും ആ വിശ്വാസത്തെ വെച്ചും കൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ എന്റെ വിശ്വാസം തള്ളിക്കളഞ്ഞുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരത്തില്ല, നിങ്ങൾക്ക് വേണ്ടത് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ അതിനേക്കാളും ശമ്പളം വീണ്ടും കുറച്ചു. അവരുടെ ആവോളം അവരെ മതത്തിൽ ചേർക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ ഞാൻ അതിനൊന്നും വഴങ്ങാതെ ഞാൻ സ്വയം അവസാനം പിന്നെ പ്രശ്നങ്ങൾ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വഴക്കിന്റെയും വക്കാണത്തിന്റെ ഒക്കെ അരികിലേക്കൊക്കെ എത്തി ഞാൻ അവിടെ സ്വയം പിടിച്ചു നിന്നു. എന്നിട്ട് ഞാൻ സ്വയം തന്നെ റിസൈൻ എഴുതി കൊടുത്തു. നാട്ടിലേക്ക് വന്നു. നാട്ടിൽ വന്നിട്ട് അല്പം ഒരു 50,000 രൂപയോളം മാത്രമേ എൻ്റെ കയ്യിൽ അവശേഷിച്ചുള്ളൂ മിച്ചമായിട്ട്. ആ പൈസ കൊണ്ട് ഞാൻ 2 മുറി കട, ഒരു ഷോപ്പിംഗ് തുടങ്ങി. എന്നിട്ട് എന്നെ അറിയാവുന്ന എൻ്റെ പരിചയക്കാരായ ഒരു പയ്യൻ, നല്ലൊരു ബിസിനസ്സുകാരനാണ്. എനിക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ തന്നു. അങ്ങനെയൊക്കെ കച്ചവടം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയി. പിന്നെ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ രക്ഷയുടെ അനുഭവം. റോഡ് സൈഡിലാണ് എൻ്റെ 2 മുറി കടയിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കടനംകുളം ദേശത്ത് ഒരു കൺവെൻഷൻ നടക്കുന്നതായിട്ട് അനൗൺസ് ചെയ്തുകൊണ്ട് ഒരു കാറിൽ 2-3 സഹോദരന്മാർ വന്നിരുന്നു. അവരടുത്ത് ട്രാക്ട് എന്ന് പറയാൻ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഒരു നോട്ടീസ് എനിക്കും തായേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തന്നെ സ്വയം അങ്ങോട്ട് പോയി ട്രാക്ട് വാങ്ങി. ഒരു 10-12 സ്റ്റെപ്പേ വരുത്തുള്ളൂ എൻ്റെ നടയിൽ നിന്നും ഈ കാറ് പോയിടത്ത് ഞാൻ ട്രാക്ട് വാങ്ങിച്ച സ്ഥലം. അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് എൻ്റെ കടനടയിൽ ആരുമില്ലായിരുന്നു. ഈ 15 സ്റ്റെപ്പ് നടന്നിട്ട് തിരിച്ച് ട്രാക്റ്റുമായിട്ട് മടങ്ങി വരുമ്പോൾ 2 ദൈവദാസന്മാർ അവിടെ പ്രസന്റ് ആയിരിക്കുകയായിരുന്നു. എങ്ങനെയാണ് ആ ദൈവദാസന്മാർ അവിടെ വന്നു എന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനെ എന്റെ വെപ്രാളം, ഈ ട്രാക്ട് വാങ്ങിക്കാൻ പോയതും വളരെ ഉത്സാഹത്തോടെ വാങ്ങിച്ചുകൊണ്ട് വന്നതും കണ്ടുകൊണ്ട് അവരെന്നോട് ചോദിച്ചു, ഇതിലൊക്കെ വിശ്വാസമാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ. എങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതിൽ വചനങ്ങളുണ്ടെന്ന് പറഞ്ഞു. പാസ്റ്ററെ, എന്നെ കേൾക്കുന്ന ദൈവജനം ഒന്ന് ആലോചിക്കണം. ഞാൻ കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ച് 51 വയസ്സ് വരെയും ജീവിച്ചു. 73 പുസ്തകങ്ങൾ അടങ്ങുന്ന ബൈബിൾ വായിക്കുകയും അതിനെക്കുറിച്ച് എല്ലാം ചിന്തിക്കുകയും, പക്ഷെ ധ്യാനിക്കാൻ അറിഞ്ഞുകൂടായിരുന്നു. ധ്യാനിക്കുവാനും പള്ളിയിൽ അച്ഛന്മാർ നമ്മളെ പഠിപ്പിച്ചില്ലായിരുന്നു. വെറുതെ പത്രം വായിക്കുന്നത് പോലെ വായിച്ചോളൂ. എന്നാൽ പത്രം വായിച്ചാൽ ലോക കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ള നമ്മുടെ മനസ്സിൽ പതിയും. എന്നാൽ ബൈബിൾ വായിച്ചാൽ ഒന്നുപോലും മനസ്സിലാകാത്ത രീതിയിൽ, കാരണം ഈ ലോകത്തിലെ ദൈവം നമ്മുടെ കണ്ണുകളെ കുരുടാക്കി എന്ന് പറഞ്ഞതുപോലെ ഒന്നും അണ്ടർസ്റ്റാൻഡിങ് ആകാൻ പറ്റാത്ത രീതിയിൽ ജീവിച്ചു. അപ്പോഴാണ് ഈ ദൈവദാസന്മാർ എൻ്റെ പ്രയാസം മനസ്സിലാക്കിയിട്ട് വചനത്തിനായുള്ള ദാഹമല്ലേ എന്ന് ഒരു ചോദ്യം ചോദിച്ചു. അങ്ങനെ എനിക്ക് മക്കളെല്ലാം അന്ന് കൊച്ചുങ്ങളായിരുന്നു. അവർ സ്കൂളിൽ പോയിരുന്ന സമയത്താണ് ഈ പാസ്റ്റർമാർ അവിടെ വന്നിരുന്നത്. ഞാനും എൻ്റെ ഭാര്യ മാതാവും മാത്രം ഉണ്ടായിരുന്നപ്പോൾ ഇവർ വന്നു. അങ്ങനെ രക്ഷയുടെ അനുഭവങ്ങളെ കുറിച്ച് പറഞ്ഞു തന്നു, വചനങ്ങളൊക്കെ പറഞ്ഞു തന്നു. രക്ഷിക്കപ്പെടാൻ കർത്താവായ യേശു ക്രിസ്തു മാത്രമല്ലാതെ മറ്റാരുമില്ല, നമുക്ക് ഏക മധ്യസ്ഥൻ യേശു മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഞങ്ങളെ പഠിപ്പിച്ച് രക്ഷ ഏറ്റു പറഞ്ഞു. അന്ന് മുതൽ കർത്താവിന്റെ വേല ആത്മാർത്ഥതയോടുകൂടി ചെയ്യുന്നു. എന്നിട്ട് ഈ രക്ഷയുടെ അനുഭവത്തിൽ 2001 ഏപ്രിൽ മാസം 16-ാം തീയതി ഞാൻ രക്ഷിക്കപ്പെട്ടു. എങ്കിൽ തന്നെയും വെറും 37 ദിവസം കഴിഞ്ഞതിന് ശേഷം ഇസ്രായേലിൽ പോകുവാനുള്ള ഒരു ഭാഗ്യം ദൈവം എനിക്ക് ഒരുക്കി തന്നു. അവിടെ ഷെഫായിട്ട് തന്നെ ജോലി ചെയ്യാൻ 2,65,000 രൂപ മുടക്കിയാണ് പോയത്. ഇൻഡസ്ട്രിയുടെ അടുത്തൊക്കെയാണ് പോയത്. അവിടെ പോയി 3 മാസം കഴിഞ്ഞപ്പോൾ ഗോവയിലുള്ള മൈസൂരിലെങ്ങാണ്ടുള്ള ഒരു സഹോദരൻ, അവിടെ തന്നെ ജോലി ചെയ്യുന്ന ഒരു സഹോദരന്റെ വഴിയിൽ വെച്ച് കണ്ടിട്ട് പേരും ഊരും ഒക്കെ ചോദിച്ചു. എവിടെ വർക്ക് ചെയ്യുന്നു ചോദിച്ചു, എവിടെ താമസിക്കുന്നു ചോദിച്ചു, വീടൊക്കെ കാണിച്ചു കൊടുത്തു, പേരൊക്കെ പറഞ്ഞു കൊടുത്തു. 2 ദിവസം എന്നോടൊപ്പം വന്നു. വീട്ടിൽ വന്ന് പോകുകയും വരികയും ചെയ്യുമായിരുന്നു. പിന്നെ ഒരു വെള്ളിയാഴ്ച വൈകുന്നേരം എന്നോട് വന്ന് പറഞ്ഞു, നാളെ, അതായത് ശനിയാഴ്ച, അവിടെ ഇസ്രായേൽ ശനിയാഴ്ച ആണല്ലോ സാബത്ത്, നാളെ നമുക്ക് ടുമാറോ വി ക്യാൻ ഗോ ടു ചർച്ച് എന്ന് ചോദിച്ചു. ഏത് ചർച്ചാണെന്ന് ഞാൻ ചോദിച്ചതില്ല, ഒന്നുമില്ല, അദ്ദേഹം പറഞ്ഞതുമില്ല. എങ്കിലും അയാൾ പറഞ്ഞതിനെ ഞാൻ തലയാട്ടി സമ്മതിച്ചു പോയി. കൃപയാൽ എന്ന് പറയട്ടെ, ഞാൻ ഓൺ ദ വേ വരുന്ന വഴിക്ക് ഞാൻ വിചാരിച്ചു, ദൈവമേ, ഇയാൾ എന്നെ ഈ അറിഞ്ഞ സത്യത്തിൽ നിന്ന് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോവുകയാണോ എന്നൊക്കെ മനസ്സ് ഒരുപാട് വിഷമിക്കുകയായിരുന്നു. എന്നാൽ കൃപയാൽ ആ സഹോദരൻ എന്നെ രക്ഷിക്കപ്പെട്ടവരുടെ സഭയിൽ തന്നെയാണ് കൊണ്ടുപോയത്. അവിടെ 2 മാസം 3 മാസം വരെ അവിടെ പ്രവർത്തിച്ചു. പ്രവർത്തിച്ചതിന് ശേഷം ഞാൻ താമസിക്കുന്ന സ്ഥലം നല്ല പർദേശ് ഖാസ് എന്ന് പറയുന്ന സ്ഥലം നമുക്ക് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് താമസയോഗ്യമല്ല എന്ന് മനസ്സിലാക്കപ്പെട്ട അവർ പറഞ്ഞു, ഇഫ് യു ഡോണ്ട് മൈൻഡ് യു ക്യാൻ ലിവ് വിത്ത് അസ് എന്ന് പറഞ്ഞു. എനിക്ക് വളരെ സന്തോഷമായി. അവരോടൊപ്പം താമസിച്ചു. അവിടെ ചേച്ചിയും ഭർത്താവും 2 ചേട്ടന്മാരും ഒക്കെ ഇസ്രായേലിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ 3-4 മാസം അവിടെ താമസിച്ചുകൊണ്ട സമയത്ത് ദൈവം വളരെ അത്ഭുതമായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഏഴയോട് ഡയറക്റ്റ് സംസാരിക്കാൻ തുടങ്ങി. അവിടെ സന്ധ്യാസമയ പ്രാർത്ഥനയ്ക്കൊക്കെ എല്ലാം ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിക്കുമായിരുന്നു. ഇവർ സംസാരിക്കുന്നതെല്ലാം എഴുതി എടുക്കുമായിരുന്നു. അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു. 7 മാസം കഴിഞ്ഞതിന് ശേഷം ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ഗോ റിട്ടേൺ ടു കേരള എന്ന് പറഞ്ഞു.
ഞാൻ ഒന്നും ദൈവത്തോട് ചോദിച്ചില്ല. കർത്താവെ, ഞാൻ ഇത്രയും രൂപ ലക്ഷങ്ങൾ മുടക്കി വന്നതാണ്, ഇൻട്രസ്റ്റിന് എടുത്തതാണ്, എനിക്ക് മാർഗമില്ല, കടയൊക്കെ എല്ലാം വളരെ ബുദ്ധിമുട്ടിലാണ്, കടഭാരങ്ങളുണ്ട് എന്നൊന്നും തിരിച്ച് ദൈവത്തോട് ഈ മറുപടി ഒന്നും പറയാൻ പോയില്ല. കർത്താവ് പറഞ്ഞതിനെല്ലാം ഞാൻ ശിരസാ വഹിച്ചു, ഞാൻ അത് ഏറ്റെടുത്തു. നാട്ടിലേക്ക് വരി എങ്ങനെ ജീവിക്കും, എന്തൊക്കെ കടങ്ങൾ എങ്ങനെ തീർക്കും എന്നൊന്നും ഞാൻ പരിവമോ പിറുവിറുപ്പോ യാതൊരു ചിന്താകുലങ്ങളും എന്റെ ഹൃദയത്തിനകത്തോ മനസ്സിനകത്തോ തോന്നിയില്ല. പക്ഷേ പരിശുദ്ധാത്മാവ് അന്നേ ദിവസം തന്നെ എന്നെ യാത്രയാക്കാൻ വേണ്ടി ആ ചർച്ചിലുള്ള പാസ്റ്റർമാരും എന്നോടൊപ്പം ഇരുന്ന സഹോദരങ്ങളും എല്ലാവരും വന്ന് എന്നെ യാത്രയാക്കി. അന്ന് തന്നെ എന്റെ നിലവിലുള്ള കടം തീർക്കാനുള്ള ഡോളേഴ്സ് എല്ലാം എന്റെ കയ്യിൽ കിട്ടി. അപ്പോ ഇടയ്ക്ക് ഞാൻ ഒന്ന് എടുത്തു പറയട്ടെ, കർത്താവിന് സംസാരിക്കുന്നതിനനുസരിച്ച് നമ്മൾ വിധേയപ്പെട്ടാൽ, നമ്മൾ മറുചോദ്യങ്ങളൊന്നും ചോദിക്കാതിരുന്നു കഴിഞ്ഞാൽ ദൈവത്തിന്റെ എല്ലാ ഇഷ്ടങ്ങളും നമുക്ക് നിറവേറ്റി തരും എന്നുള്ളത് എന്റെ ജീവിതത്തിൽ ഞാനത് മനസ്സിലാക്കി. ഇത് എന്നെ കേൾക്കുന്ന ദൈവമക്കൾക്ക് ഇതൊരു വലിയ സാക്ഷ്യമായിരിക്കട്ടെ. ദൈവം നിങ്ങളെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ ഞാൻ രക്ഷയുടെ അനുഭവത്തിൽ വന്ന ആ സമയം മുതൽ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ രക്ഷിക്കപ്പെട്ട 4 മാസം ആയപ്പോൾ തന്നെ പ്രസംഗിക്കാൻ തുടങ്ങി. എനിക്ക് കിട്ടിയ വചനം യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലെ സമരട്ടൻ ലേഡിയുടെ സ്റ്റോറി ആയിരുന്നു. അത് വളരെ ശക്തമായും വ്യക്തമായും അവരോട് പ്രസംഗിക്കുവാനും ലീഡ് ചെയ്യാനും ഒക്കെ എല്ലാം സഹായിച്ചു. ഇത് എന്റെ കഴിവോ എന്റെ മിടുക്കോ ഒന്നുമല്ല, എന്നെ സ്നേഹിക്കുന്ന എന്റെ അപ്പന്റെ ആ കൃപ ഒന്ന് മാത്രമാണ്. എനിക്ക് സങ്കടം വരുന്നത്, ഞാൻ ഈ കരയുന്ന ഇത് ബാബാപ്പയെ കാണിക്കുന്നത് എന്റെ കർത്താവിന് എന്നോട് എന്റെ ജീവിതത്തിൽ കാണിച്ച കാര്യങ്ങൾ ഓർക്കുമ്പോഴത്തേക്ക് എനിക്ക് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കാതിരിക്കാനും സാക്ഷ്യം പറയാതിരിക്കാൻ കഴിയത്തില്ല. അത്രയേറെ എന്റെ സാക്ഷ്യങ്ങൾ പറഞ്ഞാൽ 3 മാസം വർഷങ്ങളോളം പറഞ്ഞാലും തീരത്തിൽ അത്ര വലിയ ഭയങ്കര കാര്യങ്ങളാണ് എന്റെ കർത്താവ് എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരുക്കി തന്നത്. അങ്ങനെ പിന്നെ കുറെ നാൾ കഴിഞ്ഞു, വർഷങ്ങളായി. 2017 എന്റെ ഞങ്ങളുടെ മാതൃസഭയിലുള്ള ഒരു പാസ്റ്റർ, പിന്നെ കേശവദാസപുരം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ചർച്ചിൽ എന്നെ അവിടെ ശുശ്രൂഷകനാക്കി മാറ്റി. എന്നാൽ എന്നെ ശരിക്കും ശുശ്രൂഷ എല്ലാ പിന്നെ ശുശ്രൂഷ മണ്ഡലത്തിലല്ല, എന്നെ ഇവാഞ്ചലിക് മിനിസ്ട്രിയിലാണ് ദൈവം എന്നെ കണ്ടിരുന്നത്. അതുകൊണ്ട് ഞാൻ അവിടെ പാസ്റ്റർ പറഞ്ഞതിനനുസരിച്ച് 7 മാസം അവിടെ നിന്നു. അവിടെ പോയി എങ്കിലും അവിടെ വൻ കാര്യങ്ങൾ, അത്ഭുതങ്ങൾ, അവിടെ അടയാളങ്ങളും ദൈവം അവിടെ പ്രവർത്തിച്ചു. തൃശ്ശൂരിലുള്ള ഒരു സഹോദരൻ ജോണി എന്ന് പറയുന്ന ഒരു സഹോദരൻ, അദ്ദേഹത്തിന്റെ ഭൂതകാല ജീവിതത്തിൽ ഒരുപാട് അനർത്ഥങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായി. അതിന് വേണ്ടി പിന്നെ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ അദ്ദേഹത്തിന് ദൈവാത്മാവിൽ ഈ ഏരിയയിൽ കൂടി ഒരുപാട് അത്ഭുതങ്ങൾ, ദൈവത്തിന്റെ ബന്ധനങ്ങളൊക്കെ എല്ലാം അഴിയുവാനിടയായി. അങ്ങനെ 7 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ദൈവാത്മാവിനോട് പറഞ്ഞു, ഇവിടെ ഇനി ശുശ്രൂഷയ്ക്കായിട്ട് വരണ്ട, വീട്ടിലേക്ക് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ വന്നു. 2017 ആഗസ്റ്റ് മാസം 7-ാം തീയതി ആയിരുന്നു ലാസ്റ്റ് സൺഡേ വർഷിപ്പിന് ശേഷം. വീട്ടിൽ വന്നിട്ട് ആഗസ്റ്റ് 10-ാം തീയതി ആയപ്പോൾ, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ 2 മുറി കടയുണ്ടെന്ന്. ആ കടയുടെ ഫ്രണ്ടിൽ തന്നെ ഒരു കാച്ച തെങ്ങുണ്ട്. അതിൽ കത്തോലിക്കരാണ് കൂടുതൽ താമസിക്കുന്നത്. അതിൽ ഒരാൾ മരിച്ചുപോയി. അവർക്ക് 3 നേരം ഈ ജപമാല പഠിക്കാൻ വേണ്ടി ആൾക്കാർ ഇഷ്ടം പോലെ പോകുകയും വരെ ചെയ്യുമായിരുന്നു. അപ്പൊ തെങ്ങിലുള്ള ഓല വന്ന് വീണ് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ ടെറസിന്റെ മണ്ടയിൽ കയറിയിട്ട് ഒരു കമ്പി കൊണ്ടുപോയി ഈ ഓല വലിച്ചിട്ടപ്പോഴേക്ക് താഴെ വീഴാതെ താഴോട്ടുള്ള തെങ്ങിന്റെ പോലെ അത് തടസ്സമായി നിന്നു. അത് പിന്നെയും ഒരുപാട് കുരുക്കാണല്ലോ എന്ന് പറഞ്ഞു ഞാൻ കൈ അല്പം കൂടി പൊക്കി താഴ്ത്തിടാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് ഞാൻ കൊണ്ടുപോയി ലൈൻ കമ്പിയിൽ കുരുങ്ങി. അങ്ങനെ ഇലക്ട്രിക് ഷോക്കിൽ ഞാൻ 13 മിനിറ്റ് വരെ ഇലക്ട്രിക് ഷോക്കിലായിരുന്നു. അത്ഭുതമെന്ന് പറയട്ടെ എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഇപ്പോൾ ഇന്നത്തെ അന്തരീക്ഷത്തിൽ ഇലക്ട്രിക് ഷോക്ക് ഏറ്റാൽ തൊട്ടാൽ ഉടനെ തന്നെ മരണം സംഭവിക്കുന്ന എത്രയോ ചരിത്രങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്, നമ്മൾ അതിൽ നിന്ന് പത്രങ്ങളിൽ വായിക്കാറുണ്ട്. എന്നാൽ ഈ എന്റെ കർത്താവ് 13 മിനിറ്റ് വരെ ആ ഇലക്ട്രിക് ഷോക്കിൽ എന്റെ മനസ്സ് പറയുന്നു വലത്തെ കൈ കൊണ്ട് ഈ കമ്പിയെ ഊര് എന്ന് മനസ്സ് പറയുന്നുവെങ്കിലും പക്ഷെ ചലിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. അവസാനം ഞാൻ മരണത്തെ മുഖാമുഖം കണ്ടു. എന്റെ കടയുടെ ടെറസിന്റെ മുകളിൽ എനിക്ക് വേണ്ടി മഞ്ചപ്പെട്ടിയൊക്കെ എല്ലാം ഒരുക്കി വെച്ചിരുന്നു, ശവപ്പെട്ടിയൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്ന ഞാൻ കണ്ടു. ഞാൻ അതിനകത്ത് കയറി കിടക്കുകയായിരുന്നു. ലോക്കെല്ലാം ആക്കിയതിനു ശേഷം ഒരു കൈപ്പത്തിയുടെ രൂപത്തിൽ, ഒരു കർച്ചീഫിന്റെ രൂപത്തിൽ ഒരു കൈ മാത്രം പുറത്ത് കിടക്കുകയായിരുന്നു. അങ്ങനെ ആ കൈ കണ്ടുകൊണ്ട് ഞാൻ യേശുവിനോട് ചോദിച്ചു, യേശുവേ, ഞാൻ ചെയ്തത് അബദ്ധമാണ്,
ഞാൻ ചെയ്തത് മണ്ടത്തരമാണ്. എങ്കിലും അവിടുത്തെ ദാസനായിരിക്കുന്ന ഈ ഇലക്ട്രിക് ഷോക്കിൽ മരിക്കുന്നത് അങ്ങക്ക് ഇഷ്ടമാണോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഇല്ല കുഞ്ഞേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വൻ കരം വന്ന് എന്റെ കയ്യിലിരുന്ന കമ്പി ഊരി മാറ്റി. 13 മിനിറ്റ് ഇലക്ട്രിക് ഷോക്കിൽ നിന്ന് എന്നെ ഈ കറണ്ട് എന്നെ ഞാൻ തിന്നുകൊണ്ടിരുന്ന സമയത്ത് ഈ കരം വന്ന് എന്റെ മോനെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ കയ്യിൽ നിന്നും ഈ കമ്പി ഊരി മാറ്റണമെങ്കിൽ എന്റെ കർത്താവ് എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളത് എന്നെ കേൾക്കുന്ന ദൈവജനം ഒന്ന് ഓർക്കണമേ. എന്നിട്ട് ഞാൻ അന്നേരം പിന്നെയും വീണ്ടും ദൈവാത്മാവ് പറയുന്നു അത് ഇനി ഇവിടെ കിടക്കരുത് എന്ന് പറഞ്ഞു. അങ്ങനെ ഈ കാല് മുതൽക്കുള്ള എല്ലാ കറണ്ടും എന്റെ തലയിൽ കയറി പിന്നെ ഭാരമായിട്ട് ഞാൻ വന്ന് വീണു. അല്പം ഒന്ന് പൊട്ടി. ആ പൊട്ടിയത് കൂടുതൽ ചോര ഒന്നും പോയിട്ട് എന്റെ ശരീരത്തെ ക്ഷീണിപ്പിച്ചില്ല, ദണ്ഡിപ്പിച്ചില്ല. എന്റെ കർത്താവ് അവിടെയും എന്നെ സൂക്ഷിച്ചു. പക്ഷേ ചെറിയ ഒരു മുറിവ് വന്നത് കാരണം അവിടെ കെട്ടിക്കിടക്കുന്ന ബ്ലഡ് ക്ലോട്ട് ചെയ്തിട്ട് മറ്റുള്ള ഒരു ബുദ്ധിമുട്ടുകളോ അപകടങ്ങളോ സീരിയസോ ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മാത്രം, ഒരു സിമ്പലിന് വേണ്ടി മാത്രം എന്റെ കർത്താവ് ചെറിയ ഒരു മുറിവ് തന്നു. അല്പം ബ്ലഡ് പോയി. എന്നിട്ട് എന്നോട് ആ കിടന്നയിൽ തന്നെ ദൈവാത്മാവ് പറയുന്നു, മോനെ നീ ഇവിടെ കിടക്കരുത്, നീ ഇത്രയും വേഗം തന്നെ താഴേക്ക് വെക്കോ എന്ന് പറഞ്ഞു. താഴെയിൽ നിന്നും ആ കടയുടെ മുകളിലേക്ക് വരണമെങ്കിൽ 19 സ്റ്റെപ്പ് ഉണ്ട്. അതിന്റെ ഓരോ സൈഡിലും പിന്നെ ചെടിച്ചട്ടികളൊക്കെ ഇരിപ്പുണ്ട്. ഈ കറണ്ട് ഷോക്കിൽ ആയി കിടന്ന ഞാൻ എങ്ങനെ പാസ്റ്റേ, ദൈവജനമേ, ഞാൻ എങ്ങനെ താഴെ വരിക? പക്ഷെ ആ പറഞ്ഞ സ്വരം കേട്ട ഉടനെ തന്നെ ഞാൻ താഴെ നിൽക്കുകയാണ്. ദൂതന്മാർ താങ്ങി എന്നെ താഴേക്ക് കൊണ്ടുവന്നു. ഞാൻ അങ്ങനെ താഴെ നിൽക്കുന്ന ആ സ്പോട്ടിൽ തന്നെ ഇലക്ട്രിക് ഷോക്ക് പിന്നെ നെഗറ്റീവും പോസിറ്റീവും തമ്മിൽ വരഞ്ഞിട്ട് അവിടെ തീ കത്തിയപ്പോഴത്തേക്ക് അയലത്തുള്ള ഒരു പെൺകുട്ടി എന്റെ ഭാര്യയുടെ പേര് വിളിച്ചു ചോദിച്ചു, മെർലിനാൻറ്റി ജോസങ്ങൾ ഒരു കമ്പിയുമായി മുകളിൽ പോകുന്നത് കണ്ടു, അടുത്ത തീ കത്തുന്നു, അങ്കിൾ താഴെ വന്നു, ആന്റി ഒന്ന് നോക്കണേ എന്ന് പറഞ്ഞു. നോക്കുമ്പോൾ കാണാം ഞാൻ താഴെ നിൽക്കുന്നു. ഞാൻ അവിടെ തന്നെ നിന്നിരുന്നു എങ്കിൽ ആ കറണ്ടിന്റെ തീപ്പൊരി എന്റെ ദേഹത്ത് വീണിട്ട് കത്തി കരിഞ്ഞു പോയേനെ. അങ്ങനെയും എന്റെ കർത്താവ് എന്നെ സൂക്ഷിച്ചു. ഇത്രമാത്രം വൻ കാര്യങ്ങളും വൻ അത്ഭുതങ്ങളും എന്റെ ജീവിതത്തിൽ എന്റെ കർത്താവ് ചെയ്യുവാൻ ഞാൻ എന്തുള്ളൂ എന്നെ കേൾക്കുന്ന ദൈവജനമേ, നിങ്ങൾക്ക് ആശ്ചര്യം തോന്നുന്നില്ലയോ? പിന്നെ ഉണ്ടായത് 2022 സെപ്റ്റംബർ മാസം 30-ാം തീയതി ശംഖുമുഖം എന്ന് പറയുന്ന സ്ഥലത്ത് എയർപോർട്ടിന്റെ അടുത്ത്, തിരുവനന്തപുരം എയർപോർട്ടിന്റെ അടുത്ത് എന്റെ ഒരു കസിനൊക്കെ ഒരു ചർച്ച് വെച്ച് നടത്തുന്നുണ്ട്. അവിടെയുള്ള ഒരു രാജു ദേവദാസൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം പിന്നെ ഗവൺമെന്റ് ജോലിയുള്ളതാണ്. ഞാൻ കൂടെ അവിടെ ശുശ്രൂഷയ്ക്ക് പോകാറുണ്ട്. ശുശ്രൂഷയ്ക്ക് ഇഷ്ടപ്പെട്ടപ്പോഴത്തേക്ക് അദ്ദേഹം എന്നോട് പറഞ്ഞു, ജോസ് പാസ്റ്ററെ, ഈ മാസം 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന വെച്ചിരിക്കുന്നു, വെള്ളിയാഴ്ച പാസ്റ്റർ വന്നാൽ മതി, ശനിയും ഞായറും ഞാൻ അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വളരെയേറെ ഒരു പച്ച വെള്ളം പോലും കുടിക്കാതെ, ഒരു കട്ടൻ ചായ പോലും കുടിക്കാതെ ഞാൻ വളരെ ഫാസ്റ്റായിട്ട് ഞാൻ ഫാസ്റ്റിംഗ് എടുത്തുകൊണ്ട് ഞാൻ പ്രാർത്ഥനയ്ക്ക് പോയപ്പോൾ ഓൾ സെയിൻസ് കോളേജിന്റെ അവിടെ എത്തിയപ്പോഴത്തേക്ക് അവിടുന്ന് പിന്നെ വലിയ എയർപോർട്ടിലേക്ക് പോകാനുള്ള ബസ് കയറാൻ നിന്ന സമയത്ത് തിരുവനന്തപുരത്ത് നിന്നും ഈസ്റ്റ് ബോർഡിലേക്ക് വരാൻ നിന്ന ഒരു സഹോദരൻ വളരെ സ്പീഡപ്പായിട്ട് ഒരു ബൈക്ക് ഓടിച്ചുകൊണ്ട് വന്നു, എന്നെ തെറിപ്പിച്ചിട്ടു. അങ്ങനെ ഞാൻ മുട്ടുമടക്കി വന്ന് വീണു. എന്റെ വീഴ്ചയിൽ ആൾക്കാരെല്ലാം വന്നു കൂടിയപ്പോഴത്തേക്ക് അവർ എന്റെ വേഷം കണ്ടപ്പോഴത്തേക്ക് ഒരു ക്രിസ്തു അനുയായി എന്ന് അവർക്ക് മനസ്സിലായിട്ട് വന്നവരെല്ലാരും പറഞ്ഞു, ഇവൻ പിന്നെ അവന്റെ ആളാ, നമുക്കിതിൽ തലയിടണ്ടെന്ന് പറഞ്ഞിട്ട് അവരെല്ലാം ഒഴിഞ്ഞു മാറിപ്പോയി. പിന്നെ അവിടെ 2-3 പേര് അവിടെ നിന്ന്, 2 പ്രായമുള്ള ആൾക്കാർ നിന്നിട്ട് പറഞ്ഞു, ആരോ ആകട്ടെ, അദ്ദേഹത്തിന് ഒരു കൈത്താങ് കൊടുക്കേണ്ട നമ്മുടെ കടമയല്ലേ, നമ്മുടെ ദേശത്തല്ലേ വന്ന് വീണത്, നിങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ നാട്ടിലാണ് പോയി വീണൊക്കെ അദ്ദേഹം നോക്കിക്കൊണ്ടിരിക്കുമോ എന്നൊക്കെ പരിതാപവും പരിഭവവും പറഞ്ഞപ്പോഴത്തേക്ക് ഒരു വയസ്സായ ഒരു മനുഷ്യൻ എന്നെ കൈപിടിച്ച് പൊക്കിയപ്പോഴത്തേക്ക് എനിക്ക് വലത്തെ കാല് ഊന്നി നിൽക്കാൻ വയ്യായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചപ്പോ എന്റെ കാല് ഒടിഞ്ഞു പോയോ എന്ന് ഞാൻ വിചാരിച്ചു. നോക്കിയപ്പോഴത്തേക്ക് കാല് വളഞ്ഞതേ ഉള്ളൂ. അവന്റെ ഒരു അസ്ഥി പോലും ഒടിഞ്ഞു പോയിട്ടില്ല എന്ന തിരുവചനം പറയുന്നത് പോലെ എനിക്ക് ഒരു രോമം പറഞ്ഞു പോകുകയോ, ഒരു തുള്ളി രക്തം പോകുകയോ, ഒരു മുറിവ് വരികയോ ഒന്നും ചെയ്യില്ല. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ദൈവദാസന്മാരെ, കാലൽപ്പം വളഞ്ഞത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് അവിടെ പിന്നെ ഫയർഫോഴ്സുകാർക്ക് ഫോൺ ചെയ്തിട്ട് അവർ വന്ന് എന്നെ താങ്ങിക്കൊണ്ടുപോയി മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആക്കി. ഒരാഴ്ചത്തെ ഡ്രസ് ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞിട്ട് പോയപ്പോഴത്തേക്ക് പിന്നെ 1 മാസം ബാൻഡേജ് ഇട്ട് എന്നിട്ട് പറഞ്ഞു 3 മാസം ബാൻഡേജ് ഇടണമെന്ന് പറഞ്ഞു. 1 മാസം കഴിഞ്ഞ് പോയപ്പോൾ തന്നെ കർത്താവ് ആ ബാൻഡേജ് ഒക്കെ എല്ലാം മാറ്റി വളരെ വളരെ പരിപൂർണമായ സൗഖ്യത്തിലേക്ക് എന്നെ കർത്താവ് എന്നെ വിടുവിച്ചു. 23 ദിവസം മാത്രമേ ഞാൻ ഈ ബാൻഡേഡുമായിട്ട് വീട്ടിനകത്ത് കിടന്നുള്ളൂ. എന്റെ ഭാര്യയായാൽ പോലും എന്റെ മലമൂത്ര വിസർജാദികൾ അവൾ വന്ന് പിന്നെ വൃത്തിയാക്കുന്നത് എനിക്ക് വളരെ ഭാരം തോന്നി മനസ്സിന്. എന്റെ കർത്താവ് ഇനി ഇതിനെ അനുവദിക്കല്ലേ, ഇങ്ങനെയുള്ള മറ്റുള്ളവർ ഭാര്യയായാലും മക്കളായാലും ഒരുവന്റെ ദുർഗന്ധം മറ്റുള്ളവർ അത് ശ്വസിക്കാൻ എന്റെ കർത്താവ് അനുവദിക്കല്ലേ എന്ന് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു.
24-ാം ദിവസം അത്ഭുതം എന്ന് പറയട്ടെ. ഞാൻ അല്പമായി കസേര ഇരുന്നും കൊണ്ട് മറ്റൊരു കസേര ഫ്രണ്ടിൽ വെച്ചുകൊണ്ട് നീങ്ങി നീങ്ങി ഞാൻ വീട്ടിനകത്ത് ബാത്റൂം ഉണ്ട്, അങ്ങനെ ബാത്റൂമിനകത്ത് പോയി ഞാൻ എന്റെ കാര്യം സാധിച്ചുകൊണ്ട് ഞാൻ മടങ്ങി വരുമായിരുന്നു. അങ്ങനെയൊക്കെയും എന്റെ കർത്താവ് എന്നെ അത്ഭുതകരമായി എന്നെ രക്ഷപ്പെടുത്തി. ഇത്രയും വലിയ അത്ഭുതം, കർത്താവിന്റെ പേര് തന്നെ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭുവാണെന്നല്ലോ. അല്ല, ഈ 4 കൂട്ടം കാര്യങ്ങൾ പറയുമ്പോൾ അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നോ അതിലൊക്കെയും മുതൽക്കൂട്ടായി നിൽക്കുന്ന, അതിലൊക്കെയും കടന്നു വന്ന് പ്രവർത്തിക്കുന്ന ദൈവമാണ് എന്നുള്ളത് എന്നെ കേൾക്കുന്ന ദൈവജനം ഒന്ന് മനസ്സിലാക്കണമേ എന്ന് ഞാൻ വിനീതമായി താഴ്മയായി നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. എന്നെ പിടിപ്പിച്ച ദൈവം നിങ്ങളെ പിടിപ്പിക്കാൻ ശക്തനായ ദൈവമാണ്. എന്ന് വെച്ചാൽ എനിക്ക് വന്നതുപോലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് വന്നിട്ട് സഹായിക്കുമെന്നല്ല. നമ്മൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് പറഞ്ഞ പോലെ ഏതൊരാപത്തിലും നമ്മളെ കാത്തു പരിപാലിക്കുന്ന ഒരു കർത്താവ് സ്വർഗത്തിൽ ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ വളരെ സന്തോഷവാനാണ്. എന്റെ ഈ സാക്ഷ്യം പരസ്യമായി കേൾക്കുവാനായിട്ട് അരോമ TV ദേവദാസനും സംഘാടകരും എനിക്ക് ഒരുക്കി തന്നതിന് ഓർ ഞാൻ എന്റെ ദൈവത്തെ വീണ്ടും വീണ്ടും ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. 6-7 മാസങ്ങൾക്ക് മുമ്പേ എനിക്ക് ശ്വാസം മുട്ടും ഉറക്കമില്ലായ്മയായിരുന്നു. സത്യം പറയുകയാണെങ്കിൽ ഉറക്കമില്ലാതെ ഞാൻ വളരെയേറെ രാത്രി കാലങ്ങളിലെല്ലാം ഞാൻ അയ്യോ 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 എനിക്ക് ഉറക്കം തരണേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിലവിളിക്കുമായിരുന്നു. എനിക്ക് ഉറക്കം കിട്ടത്തില്ലായിരുന്നു. അങ്ങനെ കഴക്കൂട്ടം CSI ഹോസ്പിറ്റലിൽ ഞാൻ പോയി. ഈ നേരത്തെ എന്റെ കൂട്ടായ്മ വരുന്ന ദേവദാസൻ തന്നെയാണ് എന്നെ കൊണ്ടുപോയത്. അവിടെ കൊണ്ടുപോയപ്പോ അവയെ കുറെ ഇല്ലാത്ത രോഗങ്ങളെല്ലാം കുത്തിവെച്ചു, വരുത്തി വെച്ചു. ശ്വാസം മുട്ടും ഉറക്കമില്ലായ്മയായിട്ട് പോയ എനിക്ക് പിന്നെ ചുമയും നെഞ്ചുവേദനയും കഫക്കേറ്റവും വളരെയേറെ ബുദ്ധിമുട്ട്, അവരില്ലാത്ത മരുന്നൊക്കെ തന്ന് ഓരോ ഡോസുകളൊക്കെ തന്ന് എന്നെ അവരെ വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കി. പിന്നെ 2 ദിവസം കൂടെ കഴിഞ്ഞ് പിന്നെയും പോയി. പിന്നെയും ഒരു ഗുണവുമില്ല, എനിക്ക് ഉറക്കവും കിട്ടില്ല. പിന്നെ ഞങ്ങളുടെ ചേച്ചിയുടെ ഒരു മോളെ ഞാൻ വിളിച്ചു, മോളെ എന്റെ അവസ്ഥ വന്നൊന്ന് നോക്ക്, എന്താ ചെയ്യണേന്ന് പറഞ്ഞോണ്ട്. എനിക്ക് അറിയില്ല. എന്റെ വൈഫ് പിന്നെ 4 മക്കളും വിദേശത്താണ്. വിദേശത്തെന്ന് പറഞ്ഞാൽ ഒരു മോളും ഒരു 2 ആൺമക്കളും, മോളും ലണ്ടനിലാണ്, മോൾ നഴ്സാണ്. ഒരു മോൻ, 3ാമത്തെ മോൻ ഫ്രാൻസിലാണ്. അപ്പൊ മക്കൾ ആരും ഇവിടെ അടുത്തില്ല. എന്റെ ഭാര്യയും ഹെർണിയ പേഷ്യന്റ് ആണ്. എന്റെ മോളുടെ ഒരു മോള് ഞങ്ങളുടെ കൂടെയാണ് നിൽക്കുന്നത്. അപ്പൊ ആ മോളെ സ്കൂളിൽ അയക്കണം, അവളുടെ കാര്യങ്ങളെല്ലാം നോക്കണം. അതുകൊണ്ട് എന്റെ കൂടെ ഹോസ്പിറ്റലിൽ ഇരിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ എന്റെ ഭാര്യയെ കൊണ്ടുപോകാത്തതും നിർബന്ധിക്കാത്തതും. അങ്ങനെ എന്റെ ചേച്ചിയുടെ മോള് വിളിച്ചു, മോള് വന്നു, അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പൊ അവരെന്റെ സ്ഥിതി മനസ്സിലാക്കിയിട്ട് നേരത്തെ പോയി ആ കഴക്കൂട്ടം ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ ആംബുലൻസ് പിടിച്ച് അവിടെ പോയി അവര് അഡ്മിറ്റ് ആക്കി. 3 ദിവസം ICUവിൽ കിടത്തിയിരുന്നു. 40-45,000 രൂപ പോയി. എങ്കിലും അന്നും ഉറക്കത്തിന് വേണ്ടിയുള്ള ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. പിന്നെ എന്റെ മോള് നേരത്തെ ഒരു AJ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ആ ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് ജോലി ചെയ്തിരുന്നു. അവിടെ പരിചയപ്പെട്ട ഒരു ഡോക്ടറോട് റെക്കമെൻഡേഷൻ ചെയ്തു. അവര് അവിടെ കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. അവിടെ പോയി അന്നത്തെ ദിവസം തന്നെ ആ ഡോക്ടർ ഫസ്റ്റ് ട്രീറ്റ്മെന്റ് തന്നെ എനിക്ക് നല്ല ഉറക്കവും കിട്ടി. പിന്നെ ഞാൻ 7 മാസം വരെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഉറക്കമില്ലാതിരുന്നപ്പോഴത്തേക്ക് ഒന്ന് മരിച്ചാൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നി. അങ്ങനെയൊക്കെയും ഞാൻ വിചാരിച്ചു, ദൈവമേ, ഞാൻ ഇങ്ങനെ ചോദിക്കുന്നതും ഇങ്ങനെ ചിന്തിക്കുന്നതും എന്നെ സാക്ഷി ഞാൻ പറഞ്ഞല്ലോ ഒത്തിരിയേറെ ഉണ്ട്. ഞാൻ നോർത്ത് ഇന്ത്യയിൽ ബോംബെയില്, ഇവിടെ ഡൽഹിയില്, ചെന്നൈ, ബാംഗ്ലൂർ എന്നീ സ്ഥലങ്ങളിലൊക്കെ എല്ലാം ഞാൻ ശുശ്രൂഷിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ ദൈവം മഹാ അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് പരിചയപ്പെട്ട ആൾക്കാർക്ക് ഞാൻ നാട്ടിൽ വന്നതിന് ശേഷം അവിടെ വെച്ച് ദൂത് പറഞ്ഞത് അവർക്ക് അത് അനുഭവസ്ഥരായപ്പോഴത്തേക്ക് എനിക്ക് ഫോൺ ചെയ്ത് പറഞ്ഞു, പാസ്റ്റർ പറഞ്ഞ ആ വിഷയം അവിടെ എന്റെ ഭാര്യ അനുഭവിക്കുകയാണ്. ഒരു ഗോവക്കാരാണ്, ഒരു ജോ പാസ്റ്റർ എന്ന് പറഞ്ഞ ആളുടെ ഭാര്യയ്ക്ക് ക്യാൻസർ ആയിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ എന്നോട് ഫോൺ ചെയ്ത് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, ഹൂ ടോൾഡ് യു ക്യാൻസർ, യു ഗീവ് ദ ഫോൺ യുവർ വൈഫ് എന്ന് പറഞ്ഞു. അങ്ങനെ ഫോൺ കൊടുത്തിട്ട് ഞാൻ എന്റെ ബെഡ്റൂമിനകത്ത് കയറി, എന്റെ പ്രാർത്ഥനാ മുറിയിൽ കയറി ഞാൻ ബൈബിൾ എടുത്ത് ഒരു വചനം എടുത്ത് വായിച്ചു. 4 വരി പാട്ട് പാടി അന്യഭാഷയിൽ ആരാധിച്ചു, ആത്മാവിൽ നിറഞ്ഞു. ഐ സേ കാസ്റ്റ് ഔട്ട് ദ നെയിം ഓഫ് ജീസസ്, ക്യാൻസർ ഇസ് ക്യാൻസൽ എന്ന് പറഞ്ഞു. ഇത് കേട്ടപാടെ ആ സഹോദരി വന്ന് വീണു. പിറ്റേ ദിവസം ഡോക്ടറെ അടുത്ത് പോയി പരിശോധിച്ചു, 4-5 ചെക്കപ്പ് ചെയ്തു, ക്യാൻസർ ഇസ് ക്യാൻസർ. അങ്ങനെ ആ സാക്ഷ്യം കേട്ട വേറൊരു ക്യാൻസർ പേഷ്യന്റ്, ആ സഹോദരിക്കും സൗഖ്യം പ്രാപിച്ചു. അത് മാത്രമല്ല, ലക്ഷോപലക്ഷം സാക്ഷ്യങ്ങളാണ് കർത്താവ് ഈ 7 കൊണ്ട് ചെയ്യിക്കുന്നത്. യോഗ്യനല്ലാത്ത സ്ഥാനത്ത് എന്റെ കർത്താവ് യോഗ്യത ഉള്ളവനാക്കി, ആർക്കും വേണ്ടരുതാത്ത വെറും 7ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള എന്നെ ഈ വലിയ ഉന്നതന്മാരുടെ കൂട്ടത്തിൽ കൊണ്ട് നിർത്തിയിട്ട് ശുശ്രൂഷിപ്പാൻ ബോംബെ നഗരമായ ആ വലിയ പട്ടണത്തിൽ വലിയ സഭകളിലൊക്കെ 7 കൊണ്ടുപോയി അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ ശുശ്രൂഷ ചെയ്തെടുക്കുവാൻ സ്വർഗം സഹായിച്ചു.
അവിടെ എന്നെ ഇന്നിടത്ത് ശുശ്രൂഷയായിട്ട് കൊണ്ടുപോയി. രാവിലത്തെ ഒരു മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, പാസ്റ്റർ നമുക്ക് ഇന്നിടത്ത് പോകാമോ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. മീറ്റിംഗ് ഉണ്ടെന്നും ഞാൻ പ്രസംഗിക്കണമെന്നൊന്നും പറഞ്ഞില്ലായിരുന്നു. പക്ഷെ ഇതൊന്നും അറിയാതെ എന്നെ കൊണ്ടുപോയി. അവിടെ പ്രൈസ് ആൻഡ് വർഷിപ്പ് എല്ലാം കഴിഞ്ഞതിന് ശേഷം പ്രാർത്ഥനാ റൂമിൽ കൊണ്ടുപോയിട്ട് 6 മണിയായി 6 മണിക്ക് തുടങ്ങി 3 മണിക്ക് തുടങ്ങിയിട്ട് 6 മണിക്ക് പ്രൈസ് ആൻഡ് വർഷിപ്പ് കഴിഞ്ഞു. പിന്നെ 6 മണി മുതൽ 9 മണി വരെ പിന്നെ അവർ അനൗൺസ് ചെയ്തു, केरला से एक प्रभु का दास आया है, वो उन्होंने हमारा बीच में प्रभु का वचन शेयर करेंगे എന്ന് പറഞ്ഞു. ഞാൻ വളരെയേറെ ഞെട്ടിപ്പോയി. കാരണം ഞാൻ ഒന്നും പ്രിപ്പയർ ചെയ്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് ഓൺ ദ സ്പോട്ടിൽ അവിടത്തേക്ക് ആവശ്യമായ ദൂതുകൾ തന്നു. 3 മണിക്കൂർ വരെ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ ശുശ്രൂഷിക്കാൻ ദൈവം കൃപ ചെയ്തു. അങ്ങനെ 12 മണിക്ക് ബോംബെയിൽ 12 മണിക്കുള്ള ട്രെയിനിൽ പോകാൻ നിന്ന ആൾക്കാർക്ക് പോലും പോകാൻ കഴിയാതെ അവരെല്ലാ പേരും എന്റെ ദൂത് കേൾക്കുവാൻ, എന്റെ പ്രവചനം കേൾക്കുവാനായിട്ട് അവർ കാത്തു നിന്നു. കൊച്ചുമക്കൾ മുതൽ മുതിർന്നവരെ. ചുരുക്കം പറയട്ടെ, ഇത് മാത്രമല്ല, അനവധി 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 പറഞ്ഞു തീർക്കാൻ കഴിയാതെ വണ്ണമുള്ള അത്ഭുതം എന്റെ പരിശുദ്ധാത്മാവ് കർത്താവ് ഈ 7 കൊണ്ടൊക്കെ ചെയ്യിച്ചു. ചെന്നൈയിലൊക്കെ കൊണ്ടുപോയി, ബാംഗ്ലൂരൊക്കെ കൊണ്ടുപോയി. അവിടെയൊക്കെയും വണ്ടർഫുൾ മിറാക്കിളാ കർത്താവ് ചെയ്യിച്ചത്. എന്നിട്ടും പ്രശംസിക്കുന്നവൻ തന്നെ തന്നെ പ്രശംസിക്കരുത്. ദൈവം ചെയ്ത നടത്തിപ്പിന്, ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് ദൈവത്തിന് മാത്രമേ പ്രശംസിക്കാവൂ. ദൈവത്തിന് മാത്രം മഹത്വം കൊടുക്കുന്നു. ഇതെല്ലാം ഞാൻ പറഞ്ഞുവെങ്കിലും എല്ലാ നാമവും, എല്ലാ മഹത്വം, എല്ലാ ബഹുമാനവും, എല്ലാ സ്തുതിയും, എല്ലാ പുകഴ്ചയും, സാരെ സ്തുതി, സാരെ ഗൗരവ്, സാരെ മഹിമ, സാരെ പ്രശംസ പ്രഭു യേശു മസീഹ്ക്ക് കൊടുക്കുന്നു. ഇതല്ലാതെ എനിക്കൊന്നും പ്രശംസിക്കാനില്ല. വെറും 7-ാം ക്ലാസ് മാത്രം പഠിച്ച, കണ്ടാൽ കറുപ്പനാണ്, പൊക്കം കുറവാണ്, യാതൊരു യോഗ്യതമില്ലാത്തവനാണ് ഈ പാവപ്പെട്ടവനെ കൊണ്ട് കർത്താവ് ഇത്രത്തോളം ചെയ്യിക്കുവാൻ യോഗ്യനല്ലായിരുന്ന സ്ഥാനത്ത് എന്റെ കർത്താവ് യോഗ്യതയാക്കി. അതുകൊണ്ട് തന്നെയാണ് കർത്താവിന് തന്നെയാണ് എല്ലാ മഹത്വവും. ഞാനിപ്പോൾ ആയിരിക്കുന്ന ഈ സഭയിലും എന്നെ ഒരു പിതാവിനെ പോലെ മാനിക്കുന്ന ഒരു ദൈവദാസനാണ്. ഇവിടെ ഈ സഭയിൽ വളരെ കുറച്ച് ആൾക്കാരെ ഉള്ളൂ എങ്കിലും വളരെ അനുഗ്രഹിക്കപ്പെടുന്ന നിലവാരത്തിൽ ശുശ്രൂഷയുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അങ്ങനെ ഞാൻ ആ ഹോസ്പിറ്റലിൽ വിട്ട് വന്നതിന് ശേഷം ഇപ്പോൾ ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ്. കഴിഞ്ഞ ഒരിടയ്ക്ക് വീട്ടിൽ പ്രാർത്ഥന കുറച്ച് നാൾ വരെയില്ല. ഞാൻ നോർത്ത് ഇന്ത്യയിലൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് പ്രാർത്ഥന ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ കഴക്കൂട്ടം പാസ്റ്റേഴ്സ് ഫെലോഷിപ്പിലെ എല്ലാവരുടെയും പ്രാർത്ഥന ആവശ്യപ്പെട്ടു. അവരെല്ലാം ഞങ്ങളുടെ വീട്ടിൽ വന്ന് പ്രാർത്ഥന നടത്തി. അതിനുശേഷം എനിക്ക് നല്ല സൗഖ്യം കിട്ടി. ഇപ്പോൾ മെഡിസിൻ ചാലുവാണ്. എങ്കിൽ തന്നെയും ദൈവം വലിയ അത്ഭുതം, നേരത്തെക്കാൾ ഉപരിയായി എന്നെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുമല്ലോ. 74 വയസ്സ് ആയിരിക്കുന്ന ഈ പടുകിഴവൻ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പൊ ഇത്രത്തോളം മാനിക്കുവാൻ ഞാൻ എന്തുള്ളൂ, അത്രത്തോളം എന്റെ കർത്താവ് എന്നെ മാനിച്ചുകൊണ്ടേയിരിക്കുന്നു. യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇടയ്ക്ക് ചില സമയത്തൊക്കെ പിന്നെ മെഡിസിൻ്റെതാണോ എന്ന് എനിക്ക് അറിയില്ല. മെഡിസിൻ ഡോക്ടർ ഒരു സംശയം പറഞ്ഞു, ഈ ഏതോ ഒരു ടാബ്ലറ്റ് കഴിക്കുമ്പോഴത്തേക്ക് തൊണ്ട കുരുരി വരുമെന്ന്. ആ ഒരു ബുദ്ധിമുട്ടല്ലാതെ മറ്റ് യാതൊരു കുഴപ്പങ്ങളുമില്ല. വളരെ സന്തോഷമായിട്ട് ഞാൻ കഴിയുകയാണ്. ഞാൻ പറഞ്ഞത് എനിക്ക് 8 കൊച്ചുമക്കളുണ്ടെന്ന്. മൂത്ത 3 ആമക്കൾ, 2 ആമക്കള് ഇവിടെ ലണ്ടനിൽ കുടുംബമായി താമസിക്കുന്നു. മൂത്ത മോന് 3 മക്കൾ, 2 ആണും 1 പെണ്ണും. രണ്ടാമത്തെ മോന് 1 മോളും 1 മോനും. മൂന്നാമത്തെ മോന് 2 ആൺമക്കൾ, മോൾക്ക് മാത്രം 1 മോള്. അപ്പൊ അങ്ങനെ വളരെ സന്തോഷമായി ദൈവനാമ മഹത്വത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു നേരം ചുമ്മാ ഇരിക്കത്തില്ല, എന്റെ അലച്ചുകൊണ്ടേയിരിക്കും കർത്താവിനെ കുറിച്ച്. അപ്പൊ ആൾക്കാർ എന്റെ സുവിശേഷം കേൾക്കുന്നവരെല്ലാവരും പറയും, ഇവിടെ വെച്ചാണോ സുവിശേഷം പറയേണ്ടത്, ഇവിടെയാണോ അങ്ങനെ പറയണമെങ്കിൽ? അപ്പൊ ഞാൻ പറഞ്ഞ ദൈവത്തിന്റെ വചനത്തിൽ ഒരിക്കലും ഒരിടത്തും പറഞ്ഞിട്ടില്ല എപ്പോൾ എവിടെ വെച്ച് സുവിശേഷം പറയണമെന്ന്. അവസരം കിട്ടുമ്പോഴൊക്കെയും കർത്താവിനെ നാമത്തെ ഉയർത്തണമെന്നാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ചടുചുടുപ്പായിട്ടുള്ള ഒരു രീതിയിൽ ദൈവത്തിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനിയും എത്ര കാലം കർത്താവിന്റെ ജീവിതത്തിൽ ആയുസ് തരുന്നുവോ അവിടെയൊക്കെയും ദൈവത്തിന്റെ നാമത്തെ ഉയർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവിടെ ഇപ്പൊ കഴിഞ്ഞ ഈ മാസം 1-ാം തീയതി 2-ാം തീയതിയും കളിയിക്കാവിള കാട്ടാക്കട ചെമ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത്, മൊട്ടലുമൂട് എന്ന് പറയുന്ന സ്ഥലത്ത്, ഞാൻ ഇവിടെ മുങ്ങോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു അവിടെ ഒരു ഫംഗ്ഷൻ, ഉരുണ്ടെ കൺവെൻഷന് പോയപ്പോൾ ഒരു ദൈവദാസനോട് ഒരു ആലോചന പറഞ്ഞു. ആ ആലോചന ആ ദൈവദാസന് നിറവേറി എന്ന് പറഞ്ഞിട്ട് ആ ദൈവദാസനെ ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചു. അങ്ങനെ ഈ മാസം 1-ാം തീയതി 2-ാം തീയതി ആ മൊട്ടലുമൂട് എന്ന് പറയുന്ന സഭയിൽ അവിടെ ശുശ്രൂഷയായിരുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ ശുശ്രൂഷ ദൈവം നടത്തി. ഇവിടുന്ന് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോയ വചനങ്ങളല്ല കർത്താവ് അവിടെ വെച്ച് തന്നത്. അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ പരിശുദ്ധാത്മാവ് എന്താണോ സംസാരിക്കുന്നത് ആൺ ദ സ്പോട്ടിൽ അത് തന്നു. അങ്ങനെ അപ്രകാരം വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ ശുശ്രൂഷ ചെയ്തെടുപ്പാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു.
ഇപ്പോൾ കുടുംബത്തിൽ വളരെ സന്തോഷമായി കഴിയുന്നു. എന്നെ കേൾക്കുന്ന ദൈവജനത്തിന് എന്റെ സാക്ഷ്യം ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങളും ഇപ്രകാരം എന്നെ മാനിച്ച ദൈവം വചനം ഇങ്ങനെ പറയുന്നു, ഹൂ റെസ്പെക്ടഡ് ടു മീ ഐ റെസ്പെക്ട് ടു ഹിം എന്ന് പറഞ്ഞതുപോലെ എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. നാം എത്രത്തോളം നമ്മുടെ കർത്താവായ യേശുവിനെ എത്രത്തോളം നമ്മൾ ബഹുമാനവും സ്തുതിയും കൊടുക്കുമോ അത്രത്തോളം നമ്മുടെ ചാരി വന്ന ഒരു സഹോദരനെ പോലെ, ഒരു അപ്പനെ പോലെ, ഒരു അമ്മയെ പോലെ വന്ന് അണച്ച് കെട്ടിപ്പിടിച്ചു സ്നേഹ ചുംബനം തന്ന് എല്ലാ വേദനകളിലും, എല്ലാ ദുഃഖങ്ങളിലും, എല്ലാ രോഗങ്ങളിലും, എല്ലാ പ്രതിസന്ധികളിൽ നിന്നും, എല്ലാ കഷ്ടനഷ്ട ശോധനകളിൽ നിന്നും വിടുവിക്കുവാൻ ഒരു ദൈവം, അത് കർത്താവ് രക്ഷിതാവുമായി നമ്മുടെ യേശു കർത്താവ് മാത്രമാണ് എന്ന് എനിക്ക് പരസ്യമായി എത്ര ഉറക്കെ വിളിച്ച് പറഞ്ഞാലും മതി വരില്ല. ദൈവജനമേ, നിങ്ങൾക്ക് അസൂയ തോന്നുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്രയേറെ എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ വലിയ ചെയ്തു. പിന്നെ ഞാൻ പഠിത്തം പറഞ്ഞല്ലോ, ഈ പിന്നെ കൊച്ചുതുറയിൽ നിന്നും പുല്ലിവിള എന്ന് പറയുന്ന സ്ഥലത്ത് സ്കൂളിൽ കടന്നു വരുന്ന ഞാൻ ഇടയ്ക്കാണ് പറയുന്നത്, നേരത്തെ പറയേണ്ടതായിരുന്നു. പക്ഷെ അത് എന്റെ ബാല്യകാല ജീവിതത്തെക്കുറിച്ച് ഓർക്കുമ്പോഴത്തേക്ക് ഉടുത്തുണിക്ക് മറുതുണിയില്ലാതെ ഞാൻ ജീവിച്ചവനാണ്. കൊച്ചുതുറയിൽ നിന്നും പുല്ലിവിള വരെ നടക്കണമെങ്കിൽ ഒരു 2 കിലോമീറ്ററിലധികം, 2-3 കിലോമീറ്ററോളം നടക്കണം. അത്രയും കിലോമീറ്റർ വന്നൊക്കെ വണ്ടിക്കൂലിക്ക് 10 പൈസ പോലും ഇല്ലായിരിക്കുന്നു. ആഹാരം കഴിക്കാൻ പോലും പൈസ ഉണ്ടാകത്തില്ല. അങ്ങനെ വളരെയേറെ ബുദ്ധിമുട്ടാണ് കഴിഞ്ഞുകൂടിയത്. പിന്നെ 7ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഗെയിം ഫീസും ലൈബ്രറി ഫീസും 75 പൈസ കൊടുക്കാൻ ഗതിയില്ലാത്തതുകൊണ്ടാണ് അവർ ടീച്ചേഴ്സ് എന്നെ പുറത്ത് നിർത്തിയത്. അങ്ങനെ അത് മനസ്സിലാക്കിയിട്ട് ഞാൻ വിചാരിച്ചു ഇനി ഇതിൽ വെച്ച് നമ്മുടെ പഠിത്തം നിർത്താം. അങ്ങനെയാണ് ഞാൻ ഇപ്രകാരം എന്റെ ജീവിതം പോയത്. പക്ഷെ ദൈവത്തിന്റെ മുമ്പിൽ വിദ്യാഭ്യാസമോ കുലമഹിമകളോ സമ്പത്തോ സ്ഥാനമാനങ്ങളോ സൗന്ദര്യമോ ഉയരമോ പൊക്കമോ ആഴമോ നീളമോ വണ്ണമോ തനമോ പണമോ ഒന്നും എന്റെ കർത്താവിന്റെ മുമ്പിൽ ഒന്നുമല്ല. എന്റെ കർത്താവിന്റെ കൈക്കിടങ്ങിയ നല്ല ആയുധമായി നമ്മൾ പ്രയോഗിക്കണമെങ്കിൽ കർത്താവ് പറയുന്നതിനനുസരിച്ച്, തന്റെ വചനത്തിനനുസരിച്ച്, വചനത്തിന് കീഴ്പ്പെട്ട്, ലോകത്തെ സ്നേഹിച്ച്, ദൈവം പറഞ്ഞിട്ടുണ്ട്, യേശു പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. അപ്പൊ നമ്മളും ലോകത്തിന്റെ വെളിച്ചമാകണമെങ്കിൽ എന്തുകൊണ്ട് യേശു ലോകത്തിന്റെ വെളിച്ചമായി എന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പൊ അതേപോലെ നമ്മൾ ആയിരിക്കണം. ഈ ഭൂമിയിൽ മനുഷ്യരായി ജന്മമെടുത്ത ഒരൊറ്റ വ്യക്തിക്കും യേശുവിനെ പോലെ ആകാൻ കഴിയത്തില്ല. എങ്കിലും യേശു നമ്മൾക്ക് ഒരുപാട് എക്സാമ്പിൾ തന്നു. അത് പഠിച്ച് നമ്മൾ അതിനനുസരിച്ച് മാതൃക ഉള്ളവരായി നമ്മൾ തീർന്നാൽ നമ്മളും യേശുവിനെ പോലെ ആകും എന്നുള്ളതാണ് ആ വചനത്തിന്റെ അർത്ഥം. ഇന്ന് പലരും പ്രസംഗിക്കുന്നു, പക്ഷേ പ്രവൃത്തിയിൽ ഒന്നുമില്ല എന്ന് ഞാൻ അവരെ കാര്യം കുറ്റം പറയുന്നതല്ല. നമ്മൾ ദൈവത്തെ വചനം ഇങ്ങനെയും പറയുന്നു, നമ്മൾ ഇംഗ്ലീഷുകാരുമാർ പറയാറുണ്ട്, ടാക്ക്ലെസ് വർക്ക് മോർ. യു ഡു, ഡോണ്ട് ടാക്ക്, യു ഡു യുവർ ഡ്യൂട്ടി. ദൈവത്തിന്റെ വചനം പറയുന്നത് നമ്മൾ ചെയ്ത് കാണിക്കണം. ദൈവം നമ്മളോട് എന്തൊക്കെ പറഞ്ഞുവോ അത് നമ്മൾ ചെയ്ത് കാണിക്കുമ്പോഴാണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. ദൈവം നമ്മിൽ പ്രസാദിക്കണമെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യണം. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവർ ആരാണോ അവരുടെ ജീവിതത്തിൽ ദൈവം കൂടെ വസിക്കും. നമുക്ക് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, ശരിയാ. പക്ഷേ ഈ മനുഷ്യർ അറിഞ്ഞും കൊണ്ട് കഷ്ടത്തിലേക്ക് പോയി വീഴുന്നവരുണ്ട്. പക്ഷെ അറിയാതെ നമ്മൾ കഷ്ടത്തിൽ വീഴുന്നതിന് മുമ്പ് നമ്മൾ ദൈവാലോചന എടുക്കണം. ഞാനാണെങ്കിൽ ഇപ്പൊ ഇത്രയും ഞാൻ വലിയ ബൈബിൾ ക്ലാസ്സിൽ ഒന്നും പോയിട്ടില്ല. ഞങ്ങളുടെ ചർച്ചിൽ തന്നെ ഞങ്ങളുടെ ദേവദാസൻ ജോർജ് തോമസ് മാസ്റ്റർ എന്ന് പറഞ്ഞ പുത്തൻതോപ്പ് സഭയിലുള്ള ആ ദേവദാസൻ, ബിൽ ക്ലിന്റൺ എന്ന് പറഞ്ഞ TV-യിൽ കൂടി പ്രസംഗിക്കുന്ന മലയാളത്തിലെ ട്രാൻസ്ലേഷൻ, അങ്ങനെ 3-4-5 വർഷം ഞാൻ അങ്ങനെ പോയി. എങ്കിലും അത് ഒന്നും നമ്മൾ ഇന്നത്തെ വചനത്തിന് പ്രസംഗിക്കാനുള്ള ഒരു ഇതൊന്നുമല്ല. ബൈബിൾ ക്ലാസ്സിൽ പോയി. പക്ഷെ ഞാൻ ഒന്ന് ചോദിക്കട്ടെ ദൈവജനമേ, ആ പത്രോസ് ഏത് ബൈബിൾ ക്ലാസ്സിൽ പോയി? കർത്താവിനോട് ആലോചന പറയണമെങ്കിൽ, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പത്രോസ് പറയണമെങ്കിൽ, അല്ലസ്തരം അത്രത്തോളം ആത്മബലം അല്ലസ്തരം ആ പത്രോസിന് കൊടുത്തു എങ്കിൽ നമുക്കും എന്തുമാത്രം ബലം നമുക്ക് ദൈവം തരത്തില്ല. നമ്മൾ വിചാരിക്കും ഒരു പക്ഷെ അത് പത്രോസിനല്ലേ കൊടുത്തത്, നമുക്ക് തരത്തില്ലല്ലോ. നീയും അപ്രകാരം ദൈവത്തിന് അടിമപ്പെട്ട് കഴിഞ്ഞാൽ, ദൈവത്തിന്റെ കീഴ്പ്പെട്ട് ജീവിച്ചാൽ നിന്നെയും എന്നെയും അപ്രകാരം ദൈവം നടത്തുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ദൈവജനമേ, എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഒന്ന് ഓർക്കുക. എന്നെ ഈ ബോംബെയിലും ബാംഗ്ലൂരിലും ഡൽഹിയിലും ചണ്ഡീഗഡിലും ഒക്കെ ചെന്നൈയിലും ഒക്കെ പോയത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഞാൻ പോയതല്ല, എന്റെ കർത്താവാണ് എന്നെ അയച്ചു എന്നുള്ളത് ഞാനിപ്പോ മനസ്സിലാക്കുന്നു. കാരണം അവിടെയൊക്കെ നേരത്തെ പോയത് കൊണ്ട് അവിടുത്തെ ഭാഷകൾ പഠിക്കുവാനിടയായി. ഇന്ന് കർത്താവിന്റെ വചനം അറിഞ്ഞതിന് ശേഷം, ഒരു ശുശ്രൂഷകനായതിനു ശേഷം പല സ്ഥലങ്ങളിലും പോയി. ചെന്നൈയിൽ പോയാൽ തമിഴിൽ പ്രസംഗിക്കും, ബാംഗ്ലൂരിൽ പോയാൽ കന്നഡയിൽ പ്രസംഗിക്കും, ബോംബെയിൽ പോയാൽ ഹിന്ദിയിൽ പ്രസംഗിക്കും.
അപ്പോൾ നേരത്തെ നമുക്ക് ഭാഷ അറിഞ്ഞുകൂടായെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? അങ്ങനെ ഞാൻ പറയട്ടെ, ഇസ്രായേലിലുള്ളായിരുന്ന സഹോദരങ്ങൾ അവിടെ നിന്ന് ഞാൻ നാട്ടിലേക്ക് മടങ്ങി വന്നതിന് ശേഷം എന്നിൽ കൂടി ഇസ്രായേലിൽ നടന്ന സംഭവങ്ങൾ, ദൈവം എന്നിൽ കൂടി നടത്തിയ പ്രവൃത്തികൾ ആ സഹോദരങ്ങൾ ബോംബെയിലെ അവർ പോകുന്ന സഭയിലെ ദൈവദാസന്മാരോട് പറഞ്ഞു. അപ്പൊ ആ ദൈവദാസൻ പറഞ്ഞു, അങ്ങനെയെങ്കിൽ ആ പാസ്റ്ററിനെ ഒന്ന് ഇങ്ങോട്ട് വരാൻ പറയൂ എന്ന് പറഞ്ഞു. ഞാൻ ആ കേട്ട ഉടനെ തന്നെ ഞാൻ വരാമെന്ന് ഞാൻ പറഞ്ഞില്ല. അന്നേരം തന്നെ ഞാൻ മുഴങ്കാൽ മടക്കി ഞാൻ ഒരാഴ്ച ഉപവസിച്ചു. ദൂര സ്ഥലത്ത് കർത്താവിന്റെ വേലയ്ക്ക് പോകുന്നതാണ്, ഒറ്റയ്ക്ക് പോകുന്നതാണ്. വൈഫിന് ഞാൻ പറഞ്ഞല്ലോ ഹെർണിയയുടെ രോഗമുള്ളതുകൊണ്ട് ദൂരെ യാത്ര ചെയ്യാൻ കഴിയത്തില്ല, അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് ശുശ്രൂഷയ്ക്കൊക്കെ പോകുന്നത്. അപ്പൊ അങ്ങനെ പോകണം എങ്കിൽ കർത്താവിന്റെ പെർമിഷൻ ഇല്ലാതെ, അനുവാദമില്ലാതെ, പ്രാർത്ഥനയുടെ ശക്തി ഇല്ലാതെ നമുക്ക് ഒരിക്കലും ഒരിടത്തും പോകാൻ പാടില്ല. അങ്ങനെ ആരും പോകുകയും അരുത്. ജനത്തോട് ഞാൻ ഒന്ന് എന്റെ അനുഭവത്തിൽ കൂടി ഞാൻ പറയുകയാണ്. അങ്ങനെ ഞാൻ ഒരാഴ്ച ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. ദൈവാത്മാവ് പോകാൻ പെർമിഷൻ തന്നു. പെർമിഷൻ തന്നപ്പോൾ ഞാൻ ദൈവാത്മാവിനോട് വീണ്ടും ഞാൻ ചോദിച്ചു, എനിക്ക് ഒരു അടയാളം തരണം, ഞാൻ പോകുന്ന ചർച്ചിൽ എന്താണ് ഞാൻ പ്രസംഗിക്കേണ്ടതെന്ന് എനിക്ക് ഒരു സൈൻ തരണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നോട് ദൈവാത്മാവ് പറഞ്ഞു, പേന എടുക്കാൻ പറഞ്ഞു, ബുക്ക് എടുക്കാൻ പറഞ്ഞു. ഞാൻ പേന എടുത്തു, ബുക്ക് എടുത്തു, വരയ്ക്കാൻ പറഞ്ഞു. എന്താ വരയ്ക്കണമെന്ന് എനിക്കറിയില്ല, വരയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ വരച്ചത് ഒരു മത്സ്യത്തിന്റെ രൂപമായിരുന്നു. ആ മത്സ്യം തല കീഴും വാല് മുകളിലും നെഞ്ചിന്റെ മുള്ളും മുതുകത്തെ മുള്ളും ഒക്കെ എല്ലാം വളരെയേറെ പൾസ് ചെയ്ത് നിൽക്കുകയായിരുന്നു. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ ഇത് എന്താണ്? അപ്പോൾ ദൈവാത്മാവ് പറഞ്ഞു, മകനെ, നീ പോകുന്ന സഭയിൽ നീ പോയതിനു ശേഷം അവിടെ വെച്ച് ആ ദൈവദാസന് ഞാൻ അത് വെളിപ്പെടുത്തി കൊടുക്കുമെന്ന് പറഞ്ഞു. നീ ഇത് പ്രസംഗിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ആ ദൈവദാസൻ ആ സഭയോട് പറഞ്ഞു, കണ്ടോ, ഈ ദൈവദാസൻ നമ്മളെ കണ്ടിട്ടില്ല, നമ്മളാരും ഈ ദൈവദാസനെ കണ്ടിട്ടില്ല. അദ്ദേഹത്തോട് നമ്മുടെ ഈ സഭയെക്കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചത് കണ്ടോ? ഈ സഭയിലുള്ള ആൾക്കാർക്കെല്ലാം ഭയങ്കര തലക്കനമാ, ഗമാണ്ടുകളാ, ദൈവം വേണ്ട, പണം മതി, പേരിന് വേണ്ടി മാത്രം ആരാധനയ്ക്ക് വരിക, സ്തോത്ര കാഴ്ച കൊടുക്കണ്ട, ദശാംശം കൊടുക്കണ്ട, നമ്മൾ എങ്ങനെയെങ്കിലും സമ്പാദിക്കുക, അല്ല നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കുക എന്നൊക്കെ ഉള്ള അനുഭവത്തിലുള്ള ഇരിക്കുന്ന വ്യക്തി ജീവിതങ്ങളോട് അന്യദേശവാസിയായിരുന്ന കർത്താവിന്റെ ദാസനോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചത് കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ആ ദൈവദാസൻ അവരോട് പറഞ്ഞു പരിചയപ്പെടുത്തി. അതിനുശേഷം പിന്നെ ഞാൻ 4 മാസം ബോംബെയിലും 4 മാസം കേരളത്തിലും അങ്ങനെയുള്ള ശുശ്രൂഷകളിലായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് ഈ 5 വർഷം കൊറോണ സമയത്ത് ഞാൻ അവിടെ ആയിരുന്നു. എന്നാൽ ആ 2020 ജൂലൈ 27 തീയതി ഞാൻ ഇവിടെ ഇറങ്ങി. അതിനുശേഷം എനിക്ക് പിന്നെ പോകാൻ പറ്റില്ല. അതിനുശേഷമാണ് 2022 എനിക്ക് ആക്സിഡന്റ് സംഭവിച്ചത്. അതുകൊണ്ടാണ് പോകാൻ കഴിയാത്തത്. പലരും ഇപ്പൊ വിളിക്കുന്നുണ്ട്, പോകാനുള്ള സാഹചര്യം ഉണ്ട് എങ്കിൽ തന്നെയും കൊച്ചു മോളുള്ളതുകൊണ്ട് എന്റെ വൈഫിനെ കൊണ്ട് ഒറ്റയ്ക്ക് ആ മോളെ നിയന്ത്രിക്കാൻ കഴിയത്തില്ല. പിന്നെ കുട്ടിയുടെ ഡ്രസ്സുകൾ കഴുകാനും അതിനെ കുളിപ്പിക്കാനും നനയ്ക്കാനുള്ള ആഹാരങ്ങൾ ഒരുക്കാനും സ്കൂളിൽ വിടാനും ഒക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഒരാളുടെ സപ്പോർട്ട് കൂടെ വേണം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. എന്തായിരുന്നാലും എന്റെ മകളുടെ കൂടെ ലണ്ടനിലും എന്റെ കൊച്ചുമോളെയും കൂടെ പോകാൻ ആഗ്രഹിക്കുന്നു. ദൈവജനം പ്രാർത്ഥിക്കണം. ഇവിടെ ഈ മോളും കൂടെ പോയി കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആണ്. ഞാനും എന്റെ വൈഫുമായിട്ട് ശുശ്രൂഷയ്ക്ക് ഇറങ്ങാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്റെ വലിയ ഒരു ആഗ്രഹമാണ്. എന്റെ വൈഫിന് നല്ല സുഖം കിട്ടിയതിനു ശേഷം എന്റെ വൈഫിനെയും എന്റെ വലത്തെ കൈയുടെ കക്ഷത്തോടു കൂടി ചേർത്ത് കെട്ടിപ്പിടിച്ചുകൊണ്ട് ഒരുമിച്ച് കർത്താവിന്റെ വേലയ്ക്കായിട്ട്, ഇത്രയും നാൾ വരെ അതിന് നടന്നില്ലല്ലോ, ഇനിയെങ്കിലും വയസ്സുകാലത്തെങ്കിലും എന്റെ കർത്താവിന്റെ വേല രണ്ടുപേരും കൂടെ ഒരുമിച്ച് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവസഭ, ദൈവജനം എല്ലാവരും എന്റെ ഈ വിഷയം ഓർത്ത് പ്രാർത്ഥിക്കണമേ. ഇത്രത്തോളം ഞങ്ങളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ സഭയിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ ഈ സഭ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ എന്നെ അറിയുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളും പ്രാർത്ഥനയ്ക്ക് വരുന്ന സമയത്ത്, പ്രാർത്ഥന ചോദിക്കുന്ന സമയത്ത് ഞാൻ അവർക്ക് വേണ്ടി ആലോചന പറയാറ് മാത്രമേ ഉള്ളൂ. കാരണം ഇന്നത്തെ ലോകം നമ്മൾ കർത്താവിന്റെ വചനത്തെക്കുറിച്ച് എത്ര തന്നെ പറഞ്ഞിരുന്നാൽ തന്നെയും അവർ കാര്യസാധ്യതയിലേക്ക് വേണ്ടി മാത്രമാണ് നമ്മളോട് പ്രാർത്ഥന ആവശ്യപ്പെടുന്നത്. അതല്ലാതെ ദൈവത്തിന്റെ അടുക്കൽ വരുവാൻ വേണ്ടി മാത്രമല്ല, അങ്ങനെയുള്ളവർക്ക് ഞാൻ പ്രാർത്ഥിക്കാറുമില്ല. കാരണം ദൈവത്തിന്റെ ആത്മാവ് എന്നോട് വിലക്കി. ഈ ഇങ്ങനെയുള്ള ജെറമ്യാ പ്രവചനം 7-ാം അധ്യായത്തിലും 11-ാം അധ്യായത്തിലും 14-ാം അധ്യായത്തിലും യെശയ്യാ പ്രവചനം 1-ാം അധ്യായത്തിലും ഒക്കെ എഴുതിയിരിക്കുന്നു, വ്യക്തമായി എഴുതിയിരിക്കുന്നു, ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കരുത്. ഏത് ജനത്തിന് വേണ്ടി? ദൈവത്തിന്റെ വചനം കേട്ടിട്ടും അതനുസരിക്കാതിരിക്കുന്ന ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കരുതെന്നാണ് വചനം പറയുന്നത്. അത് മനസ്സിലാക്കിയിട്ട് ഇതിൽ എത്രത്തോളം നഗ്നസത്യം ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് കിട്ടിയ അറിവ് വെച്ച് ഞാൻ അവർക്ക് വേണ്ടി കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറുണ്ട്. ഞാൻ പ്രാർത്ഥിക്കാം, പക്ഷേ നിങ്ങൾ ദൈവത്തിന്റെ വചനം അനുസരിച്ച് ജീവിക്കാമോ എന്ന് ചോദിച്ചുകൊണ്ടേ ഞാൻ പ്രാർത്ഥിക്കാറുള്ളൂ. സ്തോത്രം. ഇത്രത്തോളം ഈ സമയം അരോമ ടിവിയിലെ ഡാനിയൽ ജോൺ പാസ്റ്റർ ഗുജറാത്തിൽ വർക്ക് ചെയ്യുന്ന ആ കർത്താവിന്റെ ദാസനും ഇതിന്റെ ഭാരവാഹികൾക്കും ഒരിക്കൽ കൂടി ഞാൻ എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഞാൻ വളരെ സന്തോഷവാനാണ്. കാരണം എന്റെ ഈ സാക്ഷ്യം കേൾക്കുന്ന ദൈവജനം, ഇത്രയും മഹാ അത്ഭുതം ചെയ്ത ദൈവത്തെ, എന്നെ കേൾക്കുന്ന ദൈവജനം മറന്നു പോകരുതേ.
സ്തോത്രം, നമ്മൾ ഒരു പക്ഷെ മറന്നാലും നമ്മളെ മറക്കാത്ത ഒരു ദൈവം, നമ്മൾ വേർ ആർ യു ഗോ ഐ ആം ദെയർ എന്ന് ദൈവം പറഞ്ഞതുപോലെ നമ്മൾ എവിടെ പോയി ഒളിച്ചാലും, യോനാ കടലിന്റെ അടിയിൽ പോയാലും, കപ്പലിന്റെ ഉള്ളിൽ പോയി ഒളിച്ചിരുന്നാലും അവിടെ നിന്നൊക്കെ എല്ലാം പൊക്കിക്കൊണ്ടുവന്ന് അവൻ തെറ്റ് ചെയ്തിട്ടും അവനെ ശിക്ഷിക്കാതെ അവനെ ഒരു പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ദൈവം നമ്മളെയും വഴി നടത്താൻ ശക്തനായ ദൈവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ സാക്ഷ്യം നിർത്തുന്നു. അവസരം തന്ന ദൈവ അരോമ ടിവിക്ക് ഒരിക്കൽ കൂടി നന്ദി അർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അല്പം ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം പരിശുദ്ധനാകുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഇത്രത്തോളം അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായ ഒരു സാക്ഷ്യം പറയാൻ സ്വർഗത്തിലെ ദൈവം അടിയന്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന നല്ല കൃപയ്ക്കായി, നല്ല സ്നേഹത്തിനായി, നല്ല ദയയ്ക്കായി, നല്ല കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനും വാക്ക് മാറാത്തനുമായ ഞങ്ങളുടെ നല്ല ദൈവത്തിന്റെ പ്രവൃത്തി എന്റെ ഈ സാക്ഷ്യം കേട്ട ദൈവജനങ്ങൾക്ക് എല്ലാം ഹൃദയം തുറക്കുവാൻ, മനസ്സും ബുദ്ധിയും ചിന്തകളും തുറക്കുവാൻ, അവരെയും ദൈവത്തിന്റെ അനുഭവത്തിലേക്ക് കൂട്ടി വരുത്തുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അരോമ ടിവി കർത്താവെ വീണ്ടും 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 കർത്താവെ മേൽക്കുമേൽ വർദ്ധിപ്പിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ താഴ്മയായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അനേകർ വീണ്ടും കർത്താവെ പ്രകാരമുള്ള അനുഗ്രഹിക്കപ്പെടുന്ന നല്ല സാക്ഷ്യങ്ങളുമായി കടന്നു പോകാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകൾ യാതൊരു കേട്ടതുകൊണ്ട് സ്തോത്രം. എല്ലാം യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ അടിയനെ അപേക്ഷിക്കുന്നു. കേൾക്കണമേ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവാം ദൈവമേ. താങ്ക് യു കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോസ് ഗ്രിഗറി അവർ ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടിവിയുടെ ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. ജീവിതത്തിൽ വളരെയേറെ വൈഷമ്യങ്ങൾ നിറഞ്ഞ ഒരുപാട് അനുഭവങ്ങളുടെ നടുവിലൂടെ കടന്നുപോയെങ്കിലും അതിൻ്റെയൊക്കെയും നടുവിൽ താങ്ങി നടത്തിയ, കരം പിടിച്ച് വഴി നടത്തിയ, കരുതലിൻ്റെ കരം കൂടെയിരുന്ന ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളും ദേവദാസൻ പറയുവാനിടയായി തീർന്നു. വളരെ ചെറുപ്പം മുതൽ തന്നെ ഒത്തിരി കഷ്ടതയുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോയെങ്കിലും അതിലൊക്കെ ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടായിരുന്നു. ഒരു ഹോട്ടൽ ജീവനക്കാരനായും മറ്റ് വിവിധ നിലകളിലും ജോലിയോടുള്ള ബന്ധത്തിൽ വിവിധ ഇടങ്ങളിൽ കടന്നുപോയും ഒക്കെ അറിഞ്ഞ ആ ഒരു വിശ്വാസത്തിൽ ഉറച്ചു നിന്നുവെങ്കിലും യഥാർത്ഥത്തിൽ സത്യദൈവത്തെ കണ്ടുമുട്ടുവാൻ ഇടയായി തീർന്ന ആ അത്ഭുതകരമായ അനുഭവങ്ങളുടെ ഓർമ്മകളൊക്കെ പറയുകയുണ്ടായല്ലോ. തീർച്ചയായിട്ടും കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. കർത്താവിന് വേണ്ടി പിന്നെയും വിലപ്പെട്ട സാക്ഷ്യം വഹിക്കുവാൻ, അന്ത്യത്തോളം ഉറച്ചു നിൽക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. മരണകരമായ പല അനുഭവങ്ങളിൽ നിന്നും ദൈവം വിടുവിച്ച വിധങ്ങൾക്കായി കർത്താവിന് സ്തോത്രം. സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസ്സോടെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഇനിയും കർത്താവ് അവസരങ്ങളെ ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമ ടിവി പ്രേക്ഷകർക്കും ഈ സാക്ഷ്യം ഒരു വേറിട്ട അനുഭവമായി തീർന്നുവെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് ഈ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം മറ്റുള്ള പ്രിയപ്പെട്ടവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, അഭിപ്രായങ്ങൾ അറിയിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല, സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ നടക്കുന്ന പ്രാർത്ഥനയിലും പ്രേക്ഷകർക്ക് പങ്കെടുക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com